മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഗായ്സ്, എല്ലാവർക്കും നമ്മളുടെ ഫാമിലിയുടെയും ഹാപ്പി ഓണം. ഇന്ന് മോർണിംഗ് തന്നെ നമ്മൾ എണീച്ച് എല്ലാം സെറ്റായി കുളിച്ച് എല്ലാം നനച്ച് എല്ലാം ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് പരിപാടി എന്നാ, നമുക്ക് അത്ത ഇടണം. അപ്പോൾ അത്ത ഇടാൻ വേണ്ടിയിട്ട് ഇവള് പറഞ്ഞത് സ്ഥലം ഇവിടെ ആയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മഴയുള്ളത് കൊണ്ട് നമ്മൾ പകുതിക്ക് പോകുന്ന സമയത്ത് തന്നെ മഴ പെയ്തത് കൊള്ളാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തൽക്കാലം നമ്മൾ സിറ്റ് ഔട്ടിൽ തന്നെ നമ്മൾ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്, അല്ലേ? അതായത് ഒരുപാട് വലിയ കളങ്ങളുള്ള പൂക്കളൊന്നും അല്ല, ഉള്ള പൂ വെച്ചിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഒരു പൂക്കൾ ഇച്ചിരി മണിയെ കിട്ടാനുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, പൂവിനെല്ലാം വമ്പിച്ച വിലയാണ്. പിന്നെ കുറച്ച് നാടൻ പൂക്കളെല്ലാം ഉണ്ട്. ഇവളുടെ അമ്മൂമ്മ രാവിലെ തന്നെയെല്ലാം ശേഖരിച്ചെല്ലാം സെറ്റാക്കി വെച്ചോണ്ട് നമുക്ക് അത്യാവശ്യം പൂവുണ്ട്. ഈ ഓണത്തിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ എന്റെയും ദേവുവിന്റെയും കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ ഒരു ഫെസ്റ്റിവൽ ആണ് ഓണം, അല്ലേ? ഇത് എനിക്ക് എന്റെ നാട്ടിൽ നിന്ന് ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല, കാരണം അൺഫോർച്ചുനേറ്റ് ആ ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടായല്ലോ. അതുകൊണ്ട് നമുക്ക് വലിയ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ട് തിരുവോണ ദിവസം നമ്മൾ ദേവുവിന്റെ വീട്ടിൽ നിന്നാണ് ഓണം ആഘോഷിക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ വലുതായിട്ട് പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ചെറിയ ചെറിയ കലാപരിപാടികൾ ഉണ്ടാവും. ഉച്ചക്ക് സദ്യവട്ടെല്ലാം ഒരുക്കി ഒന്ന് റെഡിയായി സെറ്റായിട്ട് വരാം. അപ്പൊ നമുക്ക് നേരെ അത്തപ്പൂക്കളം ഇടാം ഗൈസ്. അപ്പൊ നമ്മളെ പ്ലാന് വീണ്ടും മാറ്റി. വെയില് വന്നിട്ടുണ്ട്. വെയില് വന്നുകൊണ്ട് നമ്മുടെ തറയിൽ തന്നെ ഇടാന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമുക്കിതാ പൂക്കളം ഇതാ ഇവിടെ സെറ്റാണ്. ഇതാ ദേവു അടുത്ത സെറ്റ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ എവിടെയാ നമ്മൾ ഒരുക്കുന്ന? എങ്ങോട്ട്? ഇവിടെ ഇടാനാ? മൂങ്ങാമുത്തശ്ശി വെള്ളവും കൊണ്ട് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയാണ് പരിപാടി. ഞാൻ ഇതുവരെ ഇവിടുത്തെ ടൈപ്പ് ഒരു പൂക്കളം കണ്ടിട്ടില്ല. നമ്മളിവിടെ ഇങ്ങനെ ഇടാം. നമ്മളിവിടെ സിറ്റ് ഔട്ടിൽ മാത്രമേ നമ്മൾ ഇടാറുള്ളൂ. ഇവിടെയാണ് ഫസ്റ്റ് അത്ത ഇടുന്നത്. ആദ്യം ഇവരെ വെള്ളം നനക്കും. ട്രിവാൻഡ്രത്തല്ല ഇങ്ങനെയാ. ശരിക്കും പറഞ്ഞാൽ ചാണകം കലക്കി നനച്ചിട്ട് ഇങ്ങനെ തേക്കണം, എന്നിട്ടാണ് അതിൽ പൂക്കളം ഇടേണ്ടത്. തൽക്കാലം ചാണകം കിട്ടാത്തതുകൊണ്ട് വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഓണത്തിന്റെ തുടക്കമായിട്ട് ഞാൻ ഈ റോസാപ്പൂ വെച്ചിട്ട് തുടങ്ങാൻ പോവുകയാണ്. നമുക്ക് ഇവിടെ തന്നെ അത് വെക്കാം. അപ്പൊ ഉദ്ഘാടനം ചെയ്ത് ഓക്കെ. ഇനി ഗായ്സ്, നമ്മൾ ഇത് ഏകദേശം ഒരു പരുവായിട്ട് ഇട്ടിട്ട് വരാം ഗായ്സ്. അപ്പം നമ്മുടെ പൂക്കളെല്ലാം ആദ്യത്തെ ഒരു 3 കളം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇതാ ക്യാമറമാൻ കാണിക്കൂ, കണ്ടില്ലേ? ഇതെല്ലാം എന്റെ ഒരു ഐഡിയ ആയിരുന്നു, കളർ കോമ്പിനേഷൻ പറയുന്നത്. ഇതാ വേണേൽ ഇവളോട് ചോദിച്ചു നോക്ക്. ഇത് വെറുതെ ഇതൊക്കെ ഇട്ടതാണ് വാരി എന്ത് വാരി ഇടുന്ന നോക്ക്, ഇതെല്ലാം എന്റെ ഡിസൈൻ ആണ്. പിന്നെ നമ്മുടെ ക്യാമറമാൻ പറയുന്നത് വേറെ ആരുമല്ല, ഇതാ മൂസയാണ്. ഇതാണ് CID മൂസ. ദേവമ്മ എന്ന് വിളിക്കുന്നില്ല, ഇതാ ഒറിജിനൽ ദേവമ്മ. ഇവിടെ നിന്ന് ഓരോ കൺട്രാക്ട് ഇവിടലേ ഉള്ളൂ, പൂടാനൊന്നും സഹായിക്കൊന്നുമില്ല. അങ്ങനത്തെ ഒരാളാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തേ അല്ലേ? ഇനി അടുത്ത സെറ്റ് ഏതാ? നമുക്ക് സ്ക്വയർ ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചതിൽ അത്യാവശ്യം നാച്ചുറൽ പൂ തന്നെയാണ്. വേറെ മായം കലർത്തിയ പൂക്കളൊന്നും ഇല്ല. നമ്മളെ നാട്ടിൽ തന്നെ കിട്ടുന്ന ടൈപ്പ് പൂക്കളാണ്. പിന്നെ പുറം നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ആന്ധ്രാപ്രദേശുകാരും തമിഴന്മാരും പാണ്ഡികളും എല്ലാം ഇവിടെ ഉണ്ട് നിരന്ന് നിന്നിട്ട്. ഇനി ഇവന്മാരെയും കൂടി ചേർത്തിട്ട് നമ്മളൊരു ഏത് ഷേപ്പാ? സ്ക്വയർ അല്ലേ? സ്ക്വയർ ഷേപ്പിൽ നമ്മൾ രൂപീകരിക്കട്ടെ. അമ്മയും മോളും കൂടി മാറി മാറി അത്തോടുന്ന കേട്ടാ. അവസാനം അടിയായിട്ടാ ഉള്ളത്. ഞാനല്ലേ ഇത്രയും ഇട്ടത്, ഇവിടെ കാണുന്നില്ലേ നീ? അയ്യോ, ഇതെന്തെങ്ങനെ കൂമ്പാനം പോലെ. ഇടി തന്റെ കനത്തിലിരിക്കട്ടെ, തിരുവോണല്ലേ. ഇത് സ്ക്വയർ ഷേപ്പ്. ഇത് ഏത് സ്ക്വയറാന്നുള്ളത് ദൈവത്തിനറിയാം. മാവേലി വരുമ്പം അടി കിട്ടും എല്ലാത്തിനും കൂടി. ഇതൊരു രൂപമില്ലാത്ത രൂപത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. എനിക്ക് മര്യാദക്ക് ഇടാൻ അറിയൂല. വീട്ടില് അച്ഛനത് മര്യാദക്ക് ഇട്ട് ഇതാക്കുന്നത്. അച്ഛൻ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യും കേട്ടോ. അച്ഛന് ഉള്ള പൂ വെച്ചിട്ട് അച്ഛനൊരു മാജിക് കാണിക്കും, അതിനുള്ള കഴിവുണ്ട്. എനിക്കെന്ന് വെച്ചാൽ ഇങ്ങനെ ചിത്രം വരക്കേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ പൂക്കളത്തിലുള്ള ഡിസൈനും കാര്യങ്ങളും ചെയ്യുമ്പം നമുക്ക് പ്രത്യേക ടാലന്റ് തന്നെ വേണം. അത് കഴിവ് തന്നെയാണ്. അതിൽ നമ്മളധികം പറയാൻ പാടില്ല. ഇപ്പൊ ദേവു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദേവു ഓൾറെഡി എത്രയോ വർഷങ്ങളായിട്ട് അത്തോട്ട് പ്രാക്ടീസ് ഉള്ള ഒരാളാണ്, അല്ല ദേവുവെ? എത്ര വർഷമായി നിങ്ങള് ഈ ഫീൽഡില്? 4ാം ക്ലാസ് തൊട്ട്. ഞാൻ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നോ. എങ്ങനെ? ഇതാര് ഏത്? ആ കാണുന്ന കണ്ടാണോ? നിങ്ങൾ ആ കണ്ടാണോ വഴിവിട്ട് വന്നത്? കണ്ടല്ല, പിന്നെ അത്തപ്പൂക്കൾ ഒന്ന് പൊക്കി അടിക്കുമ്പോഴത്തേക്ക് ഏടെ എത്തി നിൽക്കുന്ന അറിയാം. കൊമ്പത്തെങ്ങാനും കയറിയിരിക്കുന്നുണ്ട്. ഇത്രയും ഇട്ടില്ലേ?
പിന്നെ ഇതിലപ്പുറം എന്താ വേണ്ടത്? ഈ മഞ്ഞ കളറായി. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു മഞ്ഞേന്റെ അപ്പുറം വെള്ളം ചേരൂലല്ലേ. ഈ വയലറ്റ് ഉണ്ട്, ഇതിന് എന്താ പറയുന്നത്? ചെണ്ടുമല്ലിപ്പൂ. നല്ല രസമുള്ള പൂവാണ് ഇത്. ശരിക്കും നമ്മളിങ്ങനെ പൊടിച്ചിടാറൊന്നുമില്ല. ഇത് ഡയറക്റ്റ് നമ്മൾ ഉണ്ട ഉണ്ട പോലെ വെച്ചിട്ട് മേലെ വെക്കുകയോ ചെയ്യും. കാരണം ഇതിന് ഭയങ്കര എക്സ്പെൻസ് ആണ് ആ പൂ. എന്താന്ന് അറിഞ്ഞൂടാ. ആകെ കാണാൻ കുരുട്ടിനെ പോലത്തെ മുട്ടേന്റെ മഞ്ഞക്കരി പോലത്തെ സാധനമാണ്. പക്ഷെ ഭയങ്കര പ്രൈസാണ്, ഹെവി പ്രൈസ്. ആൾക്കാർ ഇത് വാങ്ങിക്കുന്നത് തന്നെ ഭയങ്കര കുറവാണ്. ഇപ്പം ആയിട്ടുണ്ടോ? ഭയങ്കര വില അടുക്കാൻ വയ്യ. നമ്മൾ തലശ്ശേരിയിൽ തന്നെ കണ്ടിട്ടില്ലല്ലേ? കുറെ പൂവൊന്നും വിറ്റ് പോകുന്നില്ല. എന്താന്ന് വെച്ചാല് ശരിക്കും പറഞ്ഞാൽ ഈ ദിവസം വാങ്ങിക്കുന്നതാണ് കുറച്ചും കൂടി ലാഭം കിട്ടും. കാരണം ഈ ദിവസത്തോടു കൂടി പൂക്കളെല്ലാവരും ഇട്ട് കഴിയും. അപ്പൊ പിന്നെ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ പൂവിന്റെ ആവശ്യം വരില്ല. ഇനി ബാക്കിയുള്ള അത്തവും കൂടി നമ്മൾ കംപ്ലീറ്റ് ആക്കി ഒരു 10 വട്ടങ്ങാനാക്കിയിട്ട് ഫൈനൽ ലുക്ക് നമ്മൾ കാണിച്ചു തരാം. നമ്മളങ്ങനെ നമ്മുടെ അത്തപ്പൂക്കളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ മിനുക്ക് പണികൾ മാത്രമാണ് നമ്മളെ ദേവൂട്ടി ചെയ്യുന്നത്. കണ്ടില്ലേ, നമ്മൾ നല്ല കുറേ നേരം ഇവിടെ തന്നെ ഇരിക്കുന്നു. പിന്നെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ഇളകിപ്പോവും. അതുകൊണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് എണീച്ച് നിന്ന് കുറേ നേരം 1 മണിക്കൂറിനടുത്തായി നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തത്. നമുക്ക് ആ അത്ര പൂക്കളെ കിട്ടിയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളത് ചെയ്തിട്ടുണ്ടല്ലേ. ചില ആൾക്കാർ ഒരുപാട് പൂവുണ്ടായിട്ട് മര്യാദക്ക് ഇടാൻ പറ്റാത്ത അവസ്ഥയും കുറെ വേസ്റ്റ് ആയി പോലും ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഓവർ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. എന്തായാലും ഇതിന്റെ ഫൈനൽ ഔട്ട്ലുക്ക് എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ദേവു, അപ്പൊ നമ്മൾ രണ്ടാളും ചേർന്നിട്ടുള്ള പൂക്കളം, ആദ്യത്തെ ഓണപ്പൂക്കളം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ തിരുവോണത്തിന്റെ അത്തപ്പൂക്കളം. ഇതിലെന്തൊക്കെയുണ്ട് അതും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ റോസാപ്പൂ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ വെള്ള കളർ പൂ, തുളസി ഇല, അരളി, പിന്നെ ഏതോ ഒരു ടൈപ്പ് ഒരു ഇല, ഇതിൻ്റെ എനിക്ക് പേരെനിക്ക് ഓർമ്മയില്ല. ഇലയല്ല, ഇത് പൂ തന്നെയാണ്. പിന്നെ മഞ്ഞ ജമന്തി, പിന്നെയും റോസാപ്പൂ, വെള്ള കളറുള്ള ഒരു പൂ. ഇങ്ങനത്തെ എല്ലാം വെച്ചിട്ടുള്ള ഒരത്തമാണ് നമ്മളുടെ കുഞ്ഞത്തം അല്ലേ. നമ്മൾ ഒരു പൂവും കളഞ്ഞിട്ടില്ല, എല്ലാ പൂവും യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാൻ കൃത്യനിഷ്ഠയോടെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് എല്ലാം സെറ്റായി പോയിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല. ഇവനാണെങ്കിൽ അത്തത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് ധാരണയില്ല. ഇവൻ ഭയങ്കര ഡ്രോയിങ് ആണെന്ന് പറഞ്ഞിട്ട് ഡ്രോയിങ് എന്ന് പറയുന്നത് പേപ്പറിൽ വരക്കുന്നതും മണ്ണിൽ ഇതാക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ ഗൈസ്? നിങ്ങൾ തന്നെ പറ, ഇതിന് എത്ര റേറ്റിംഗ് നമുക്ക് തരുന്നുള്ളത്. ഇനി നെക്സ്റ്റ് ഇയർ നോക്കട്ടെ. നെക്സ്റ്റ് ഇയർ നടക്കുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യുന്ന പൂക്കൾ മാത്രം വെച്ചൊരു ഓണം നമുക്ക് ഇടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതും കൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ രണ്ടാൾ ഈ വീട്ടിലിടുന്ന വേഷം കൊണ്ട് ഈ അത്തവിട്ടത് വേറെ കൊണ്ടല്ല, കുളിച്ച് നനച്ചെല്ലാം ചെയ്തതേ ഉള്ളൂ. അപ്പൊ അതിന് ശേഷം നമുക്ക് ഇനി ഓണക്കോടിയിൽ കൊടുക്കണം. ഓണ സദ്യ കഴിക്കുന്നതിന് മുന്നേ നമുക്കത് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഡ്രസ്സിലും കൂടി നമ്മൾ എന്തായാലും നിങ്ങളെ കാണാൻ വരാം അല്ലേ. ഇനിയിപ്പം എന്നിട്ട് ചന്ദനത്തിരിയും വെച്ചിട്ട് സദ്യയുടെ വട്ടങ്ങളെല്ലാം നമുക്ക് സെറ്റ് ആക്കണ്ടേ. ഓൾറെഡി പകുതി മുക്കാൽ സെറ്റാക്കി. അവര് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക്സ് എല്ലാം ഇവിടെ അമ്മയും അമ്മൂമ്മയും ചേർന്ന് നടത്തുന്നുണ്ട്. അപ്പൊ സദ്യ വട്ടം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ഡിഷസ് എല്ലാം ഇതാ അമ്മായി അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അമ്മായി അമ്മേ, മൂസ, എന്തെല്ലാണ് നമുക്ക് വിഭവങ്ങള് എന്നുള്ളത്? എന്തെല്ലാം എന്തെല്ലാം ഉണ്ടാവുക? സാമ്പാർ ഉണ്ടാവും, അവിയൽ ഉണ്ടാവും, പച്ചടി, തോരൻ, കൂട്ടുകറി, പച്ചടി, അവിയൽ, തോരൻ, 2 പച്ചടി, പായസം. ഏത് വെറുമസല്യ? അടയല്ലേ പറഞ്ഞേ? ഇതെന്താ ദേവു? ദേവു ദേവു എവിടെ പോയി? അതെന്താ അടയില്ലാത്തത്? അടയല്ലേ വേണ്ടത്? അടയുണ്ട്, പിന്നെന്താ? അടയുണ്ട്, വർമ്മസേനയുണ്ട്. വർമ്മസേന രണ്ടും ഉണ്ടാ? ഞാൻ പേടിച്ചു പോയി. ഞാൻ ഇവളോട് ഇന്നലെ പറഞ്ഞാന്ന് അട വേണമെന്ന്. ഇവിടുത്തെ അട എങ്ങനത്തെ? നമ്മളെ മറ്റേ ചെറിയ മെയ്ഡ് അടയാണോ അല്ലെങ്കിൽ സാധാരണയുള്ള അടയാണോ? കടയിൽ നിന്ന് വാങ്ങുന്ന? കടയിൽ നിന്ന് വാങ്ങുന്നത് മീൻസ് ഇവിടുത്തെ മിക്സഡ് അല്ല. എങ്ങനത്തെ? നമ്മളെ കുറച്ച് നീളത്തിലുള്ള ടൈപ്പ് അടയല്ലേ? അപ്പൊ നമ്മളെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ചെറിയ ടൈപ്പ് മിക്സഡ് അടയല്ല, ഇതിങ്ങനെ നീളത്തിലുള്ള അടയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് തന്നെയാണ്. കാരണം വെച്ചാൽ അന്ന് ഞാനിത് കല്യാണത്തിന് കൂട്ടിയതും പിന്നെ നമ്മൾ അതിന് മുന്നേ എൻഗേജ്മെന്റിന് കൂട്ടിയൊരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. അതിന് ശേഷം പിന്നെ നമ്മൾ നോർമൽ വേമസലിന്റെ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയത്. കാരണം ഇതിന്റെ രുചി വേറെ തന്നെയാണല്ലേ. ഇതും പഴവും ബോളിയെല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ ഞവട്ടി പിടിച്ചിട്ടുള്ള കുട്ടൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ആണത്. കാരണം എനിക്ക് ഈ നാട്ടിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇങ്ങനത്തെ ടൈപ്പ് അടയാണ്.
നമ്മളവിടെ ചെറിയ അട വെച്ച് ഉണ്ടാക്കുക. ചെറിയ അടയും ടേസ്റ്റ് ഇല്ലാന്നല്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഇതിന് വേറെ തന്നെ രുചിയാണ്. കാരണം ഇത് ഓവർ നമുക്ക് കടിക്കാൻ കിട്ടാത്തതുകൊണ്ട് പായസത്തിന് കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും മൂസമ്മ ഇവിടെ നിന്ന് ബാക്കിയുള്ള പരിപാടിയെല്ലാം ഒരുക്കട്ടെ. ഞാൻ പോയി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഗൈസ്. ദേവ് നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ഗൈസ്? വേറൊന്നല്ല, നമ്മൾ രണ്ടാളെയും കല്യാണ ആൽബം. കുറെ കാലമായി ആൽബം ആൽബം എന്ന് പറഞ്ഞിട്ട് ഞാനും നടക്കുന്നുണ്ട്. എന്റെ കല്യാണ ആൽബം ഇനി റെഡി ആയിട്ടില്ല. ഇവരത് കിട്ടി അല്ലേ? നിങ്ങളത് കുറെ മുന്നേ കിട്ടിയല്ലേ? ഇത് നമ്മളിവിടെ വരുമ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ്. നമ്മൾ ഒരു മന്തിന് മുന്നേ ആയും തോന്നുന്നുണ്ട് ഇവിടെ വന്നിട്ട്. എന്തായാലും നമുക്ക് കുറച്ച് ഫോട്ടോസ് നമുക്ക് ഇതിൽ നിന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് സുന്ദരൻ ചെക്കൻ, ഇതാണ് സുന്ദരി പെണ്ണ്. എന്തായാലും ഫസ്റ്റ് പേജ് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. വാവ്, ഇത് നമ്മുടെ ഡ്രീംസ് എഴുതി വെക്കാനുള്ളതായിരിക്കും അല്ലേ? പേര് നമുക്ക് അടുത്ത പേജ് നോക്കാം. ഓ, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ. ഈ ചെക്കനും ഈ പെണ്ണുമാണ് കല്യാണം കഴിച്ചത് എന്നുള്ളത്. ഇന്ന ഡേറ്റിലാണ് കല്യാണം കഴിച്ചത്. പേര്, നാള്, അവരുടെ പ്രൊമോഷൻസ്. ഓ, ഇതിപ്പം പെണ്ണിന്റെ വീട്ടുകാര് ചെയ്ത ആൽബമായോണ്ടാണ് ഇവളുടെ അത് കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് ഉണ്ടാവുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് നോക്കി പോവാം, അതായിരിക്കും നല്ലത്. ഇത് നമ്മള് കഷ്ടപ്പെട്ട് തട്ടിക്കൂട്ടിയിട്ടുള്ള ഹൽദിന്റെ പരിപാടിയാണ്. പക്ഷെ നൈസ് സംഭവം. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയിട്ട് കണ്ടോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. മാനേജ്മെന്റിന് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യുന്നതിനേക്കാളും ഹാപ്പിനെസ് ആണ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നത്. അങ്ങനെയല്ലേ സത്യസന്ധമായിട്ട്? സത്യസന്ധമായിട്ട് പറയുന്നതാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ കാണുന്നത് നമ്മളായിട്ട് കഷ്ടപ്പെട്ട് ചെയ്യുന്നത്. നമ്മളായിട്ട് കഷ്ടപ്പെട്ട് ചെയ്തിട്ട് വേറെ ആൾക്കാരെ പറ്റി അഭിപ്രായം വരാം നല്ല ഉണ്ടെന്ന് പറയുന്നത് നല്ലൊരു ഇതുണ്ട്. ഇത് ദേവിയുടെ മഞ്ഞക്കിളികളെ ഒരു പച്ച പരവതാനിയിൽ വിരിച്ച് ചെയ്തിട്ടുള്ള കുറെ ഫോട്ടോസ്. ഇത് ഞാനും ഉള്ളപ്പം കൂടി എടുത്ത ഫോട്ടോസ് ആണല്ലേ. ഇത് പയ്യൻ നമ്മുടെ ഹൽദീന്റെ ടൈപ്പില് നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോസ് ആട്ടോ. അല്ല, അത് ഇതില് വന്നപ്പോ ഭയങ്കര ഭംഗിയായി. അവർ കാരണം കളർ ഗ്രേഡ് ഇതെല്ലാം ചെയ്തിട്ട് സെറ്റ് ആക്കി തന്നിട്ടുണ്ട്. എല്ലാം പിന്നെ നമ്മളെ ഫാമിലീസും ഫ്രണ്ട്സിന്റെ ഒപ്പം എടുത്തുള്ള ഫോട്ടോസ് ആണ്. അപ്പൊ ഇനി നമുക്കിത് കംപ്ലീറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. നമ്മളെന്നാ ഇത് കണ്ട് റിലാക്സ് ചെയ്തൊന്ന് ഇരിക്കട്ടെ ഗൈസ്. അപ്പൊ ഇതാണ് നമ്മളെ ഓണക്കോടി. ഇതാ എന്റെയും ദേവിന്റെയും നമ്മൾ രണ്ടാളും സെലക്ട് ചെയ്ത് വെച്ചതായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. നിങ്ങളിത് ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഫോട്ടോഷൂട്ടിന്റെ നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച കാര്യം തന്നെയാണ്. പിന്നെ എൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ കസവ് കിട്ടിയിട്ടില്ല. തൽക്കാലം ഉള്ളിൽ ഒരു കര വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഔട്ട്ഫിറ്റ് നിങ്ങൾ ഓൾറെഡി കണ്ടതായിരിക്കും. ഏതാ ഈ ഒരു കരയാണ് കിട്ടിയത്. ഇതിന് മാച്ചിങ് ആയിട്ടുള്ള കര ഇവിടുന്ന് കിട്ടിയിട്ടില്ല. ഞാനാണെങ്കിൽ കസവ് കൂടി ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ വന്നതാ. പക്ഷെ ഇവിടെ പ്രോപ്പർ കസവ് കിട്ടിയിട്ടില്ല. അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഡ്രസ്സ് വരുന്നത്. ഇതാണ് ദേവുവിന്റെ കോമ്പിനേഷൻ. വൈറ്റ് ആൻഡ് വയലറ്റ് ടച്ച് വരുന്ന ഡ്രസ്സാണ്. നൈസ് അല്ലേ? ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് വേറൊന്നല്ല, ഇനി നേരെ സദ്യ കഴിക്കണം. ഇപ്പൊ ഏകദേശം സമയം 1:30 ആയിട്ടുണ്ട്. എനിക്കും ആണെങ്കിൽ വിശപ്പ് തുടങ്ങി. അപ്പൊ നമുക്ക് വൈകാതെ ട്രിവാൻഡ്രം ഓണസദ്യ, അതായത് കണ്ണൂരുകാരൻ എന്ന നിലയിൽ മീൻ പൊരിച്ച ഇല്ലാണ്ടാണ് ഓണസദ്യ കൂട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ തിരുവോണ ദിവസം നമ്മളങ്ങനെ കൂട്ടല്ലോ. ഉത്രാടത്തിന് തന്നെ നമ്മൾ മീൻ പൊരിച്ചതോ ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ ചിലപ്പോൾ ബിരിയാണി എല്ലാക്കിയിട്ടാണ് വെക്കല്. കണ്ണൂരിലെ ഇവിടെ അതൊന്നുമില്ല. ഇവിടെ നോർമൽ ആയിട്ടുള്ള പച്ചക്കറി. ഉത്രാടത്തിനൊന്നും വയ്ക്കും. ട്രിവാൻഡ്രത്തെ സദ്യക്ക് സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ട് കുറച്ച് ഐറ്റംസ് നമ്മുടെ ടേബിളിൽ ഓൾറെഡി നിരത്തി വെച്ചിട്ടുണ്ട്. ഇതില് സാമ്പാർ, പിന്നെ പരിപ്പ് കറി, പച്ചടി, ഉപ്പേരി, ഇത് ഇപ്പൊ അമ്മായിയമ്മ ഉണ്ടാക്കിയ മാങ്ങ അച്ചാറ്, പിന്നെ അവിയല്, പിന്നെ ഒരു അച്ചാറ്, ഇത് കിച്ചടി. ഇത് ബീട്രൂട്ട് കിച്ചടി ആയിരിക്കും മിക്കവാറും. ആദ്യമായിട്ടാണ് സദ്യവട്ടത്തിൽ 3 അച്ചാറ് ഞാൻ കാണുന്നത്. അത് ട്രിവാൻഡ്രത്ത് അമ്മായിയമ്മ അടുത്ത നമുക്ക് വേണ്ടിയിട്ടുള്ള ഇല സെറ്റാക്കി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ വീഡിയോയിൽ നിൽക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, കുളിച്ചില്ല എന്നെല്ലാം പറഞ്ഞുള്ള പരാതിയാണ് ഉള്ളത്. പിന്നെ ഇവിടത്തേക്ക് കൂട് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ കിളി വന്നിട്ടുണ്ട്. എവിടെ ഇത് പോന്നണ്ട ഇവന്മാര് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഞാൻ കണ്ണൂരിന്ന് ഈ ഓടപ്പൂ ഇവിടെ കൊണ്ടുവന്നതിനും, അതായത് നമ്മളെ കണ്ണൂരുകാർക്ക് അറിയാം ഈ ഓടപ്പൂ എന്താന്നുള്ളത്. കൊട്ടിയൂര് ഉത്സവം നടക്കുന്ന സമയത്ത് നമ്മൾ വീടുകളിൽ തൂക്കിയിടുന്ന സാധനം. കൂട് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആ കിളികൾ വന്നിങ്ങനെ കാത്തു നിൽക്കുന്നത് കേട്ടാ. പക്ഷെ ഇവിടുന്ന് മൂങ്ങാ മുത്തശ്ശി എല്ലാത്തിനെയും ഓടിച്ചു വിടും. പിന്നെ എല്ലാവരും ഇപ്പം സദ്യവട്ടം ഒരുക്കേണ്ട തിരക്കിലാണ്. ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നമ്മളെന്നാ ഇതിലേക്കൊന്ന് വിളമ്പി വെക്കട്ടെ. വിളമ്പി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? തിന്നാം. ഇതാണ് നമ്മുടെ സദ്യ. അപ്പൊ നമ്മുടെ 2026 ഓണസദ്യ ഓൾറെഡി നമ്മള് അവിടെ പോയപ്പോ കഴിച്ചിരുന്നു. നിങ്ങൾ കണ്ടിരിക്കും കമ്പനിയിൽ പോയപ്പോ. അതിന് പുറമെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ കറി എന്ന് പറയുന്നത് നമ്മുടെ ചെറുപയറാണ്. അതായത് നമ്മളിവിടെ പരിപ്പ് എന്ന് പറയും, നമ്മളവിടെ ചെറുപയർ കറി എന്ന് പറയും.
അപ്പം പരിപ്പും പപ്പടവും കൂട്ടിയിട്ട് ആദ്യം ഒരു പിടുത്തം പിടിക്കുക ചോറിന്. എന്നിട്ട് ആദ്യത്തെ ഉരുള ഇങ്ങനെ കുഴച്ച് നല്ല വിശന്നിരിക്കുന്നോണ്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതിന് ശേഷമാണ് സാമ്പാർ വരും, അതിനുശേഷം പായസം വരും, അതിനുശേഷം വീണ്ടും പഴം വരും. ഇങ്ങനെ കുറെ ഐറ്റംസ് ട്രിവാൻഡ്രം സദ്യയിൽ സ്പെഷ്യലാണ്. നമ്മളെ ദേവു ആണെങ്കിലും ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ദേവുവേ, എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? ഇങ്ങനെ ഉണ്ടായിരുന്ന തിന്ന് പോണേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ തിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ക്ഷമയില്ല, കാരണം പാവത്തിന് വിശക്കുന്നുണ്ട്. കഴിച്ചപ്പോ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഇതെല്ലാം ഫിനിഷ് ചെയ്തിട്ട് വരാം. എന്റെ ഊണെല്ലാം ഏകദേശം എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ അതിന് ശേഷമുള്ള പായസം കൂടി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഒറിജിനൽ അടപ്പായസം കേട്ടോ. നമ്മളവിടെ മറ്റേ വീട്ടിലെല്ലാം മറ്റേ ഇൻസ്റ്റന്റ് എല്ലാം കിട്ടും. ഇൻസ്റ്റന്റ് ഒന്നും വാങ്ങിച്ചിട്ട് അതിന്റെ പ്യൂരിറ്റി നിങ്ങൾ കളയല്ലേ. കാരണം ഇങ്ങനത്തത് വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ മാക്സിമം ഇത് വാങ്ങിച്ചിട്ട് തന്നെ നിങ്ങൾ കഴിച്ചു നോക്കുക. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് കഴിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ഇത് കിട്ടുന്ന സ്ഥലത്ത് ഓടിപ്പോവും. അത്രയും ടേസ്റ്റാണ് ഇത്. നമ്മളെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടേ കഴിക്കൂന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മൂങ്ങാമുത്തശ്ശിയും മൂസാമിയും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അവരിനി കഴിച്ചോട്ടെ. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറഞ്ഞേക്കെ. ഹാപ്പി ഓണം പറഞ്ഞേക്കെ. നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ ഓണത്തിന്റെ മത്സരങ്ങളും അതെല്ലാം സംഘടിപ്പിച്ച് നല്ല അടിപൊളിയാക്കിയിട്ട് കളറാക്കിയിട്ട് നടത്തണമെന്നുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ആൾക്കാരില്ല. എന്റെ വീട്ടിലാണെങ്കിലും ആൾക്കാരില്ല. എന്റെ വീട്ടിൽ ആകെയുള്ള ആളെന്ന് പറയുന്നത് ഇവളാണ്. ഇവള് വന്നതിന് ശേഷമാണ് അവിടെ ഒന്ന് ഒച്ച അനക്കൽ ഉണ്ടായിട്ടെന്ന് ഞാൻ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ പിള്ളമാരെയും വിളിച്ചിട്ട് വേണേൽ നമുക്ക് ഒരു ദിവസം നടത്തിയിരുന്നു. പക്ഷെ ആരും വരൂല, കാരണം എല്ലാവരും അവരവരുടെ വീട്ടിലായിരിക്കും ഓരോന്ന് ആഘോഷിക്കുന്നത്. ഇത്തവണ പിന്നെ നമുക്ക് അധികം വലിയ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ടേക്ക് ഓടി പിടിച്ച് വന്നത്. ഇല്ലെങ്കിൽ അവിടെ തന്നെയായിരുന്നു തിരുവോണം ഉണ്ടാവുക. ഇപ്പോഴുള്ള അവസ്ഥ അത് തന്നെ. ഇനിയിപ്പോ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇന്നിപ്പം പുറത്ത് പോവല് നടക്കുമെന്നുള്ളത് എനിക്ക് വലിയ ഡൗട്ടാണ്. കാരണം മഴയും കാര്യങ്ങളാണ്. പോരാത്തതിന് വണ്ടിയില്ല. നാളെ പിന്നെ നമ്മൾ ഇവിടെ കുഞ്ഞേന്റെ അടുക്ക പോകുന്നുണ്ട്. അവിടെ നമ്മുടെ ഗോപാലകൃഷ്ണൻ ഉണ്ടല്ലോ. ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് രണ്ടാളെയും ചേർത്തിട്ടാണ്. ഗോപികയുണ്ട്, പിന്നെ കൃഷ്ണൻകുട്ടി മാമനും ഉണ്ട്. തിരുവോണം കഴിഞ്ഞാല് നാളത്തെ ദിവസം ഏതാ? അവിട്ടത്തിന് നേരെ ഇവിടെ കുഞ്ഞേടെ വീട്ടിലായിരിക്കും നമ്മുടെ ബാക്കിയുള്ള പ്രോഗ്രാംസ് ഉണ്ടാവുക. ഇനിയിപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുന്ന് വല്ല സിനിമയോ അങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ ഓണത്തിന് അടിപൊളി മൂവീസ് എല്ലാം നമ്മുടെ ടിവിയിലുണ്ട്. അപ്പൊ അതൊന്ന് കണ്ടിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി വിഷ് യു എ ഹാപ്പി ഓണം.